ഇച്ചാൻ മദ്രസയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് കിടക്കണം എന്ന് വിചാരിച്ച് പോകുമ്പോഴാണ് എനിക്ക് ഇന്നലെ അരച്ച വെച്ച മാവിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, നമ്മൾ അരച്ച മാവ് പൊന്തിയിട്ടുണ്ടോ, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് കിച്ചണിൽ പോയിട്ട് നോക്കുകയാണ് എന്താണ് അവസ്ഥ എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ തണവായ കാരണം പൊന്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വിചാരിക്കണ പോലെ ഭയങ്കര ഓവറായിട്ടൊന്നും പൊന്തിയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റൂമിലേക്ക് വന്ന് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കെടുക്കുക എന്നുള്ളതിലാണ്. ഇന്നിപ്പോൾ നമുക്ക് അത്രമാത്രം ഇതളൊന്നുമില്ല, ഇഡ്ഡലിയാണല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആവുമല്ലോ എന്നുള്ളതിൽ ഒന്നുകൂടെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു 6:45 കേട്ടോ സമയം. പക്ഷെ കിടന്നെഴുന്നേൽക്കുമ്പോൾ പിന്നെ 8:30 കേട്ടോ സമയം. അങ്ങനെ വേഗം നമ്മൾ കിച്ചണിൽ പോയി വെക്കുമ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാവരും കൂടെ ഉള്ള കാരണം അതൊക്കെ ആയിരിക്കണം. അപ്പോൾ ഞാൻ വേഗം ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇസ്മാക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി. അപ്പോൾ ഞാൻ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഒരു ടൈമിലുണ്ടല്ലോ പുറത്തുനിന്ന് ഭയങ്കര കൊരാട്ടെ ഈ നായ്ക്കളുടെ. നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു 8-10 കാണാറുണ്ട് ഇവിടെ വീട് പണി നടക്കുന്ന കാരണം. പക്ഷേ ഇപ്പോൾ നമുക്ക് എണ്ണാൻ പറ്റില്ല, അത്ര അധികം. ഇപ്പോൾ ഈ കാണുന്നതല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ എണ്ണം. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ പേടിക്കും. പക്ഷേ നമ്മളെ കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നില്ല. ഇപ്പോൾ കാണുന്ന ന്യൂസൊക്കെ അങ്ങനത്തെ ആയ കാരണം കുട്ടികളൊക്കെ ചെറുതാണ്, അവർ കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങും. പക്ഷെ നമുക്ക് എന്താ ചെയ്യാമെന്നും അറിയില്ല, അത്ര അധികം നായ്ക്കളാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് നോക്കിയിരുന്നപ്പോൾ ഇഹാൻ എഴുന്നേറ്റ് അതിൻ്റെ ഇടയിൽ കരയണമൊക്കെ ഉണ്ട് ഈ കൊരൊക്കെ കേട്ടിട്ടേ. അങ്ങനെ അതിരുന്ന് ഇനിയിപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.